ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ള ഭാഗം ഏതാണെന്ന് വെച്ചാൽ എക്കണോമി ആൻഡ് സൊസൈറ്റി. നമുക്കറിയാം സൊസൈറ്റിയിൽ എക്കണോമിക്സിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് നമുക്കറിയാം അല്ലെ. സാമ്പത്തികം ഇല്ലെങ്കിൽ ഒരിക്കലും നിലനിൽക്കാൻ കഴിയില്ല എന്നും നിങ്ങൾ വലിയ കുട്ടികളാണ് അല്ലേ, ഡിഗ്രി സ്റ്റുഡൻസ് ആയ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഒരു എക്കണോമിക്കലി നമ്മൾ എന്തായിരിക്കണം, എപ്പോഴും സ്റ്റേൺ ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ നിലനിൽപ്പിൻ്റെ അവതാളത്തിലും. എക്കണോമിക്ക് കിട്ടണമെങ്കിൽ എന്ത് വേണം, അതിനുള്ള ക്യാഷ് അതുപോലെയുള്ള എന്ത് വേണം, പ്രോപ്പർട്ടീസും അതിനുള്ള ഫെസിലിറ്റീസ് ഒക്കെ കിട്ടണം, എന്നാലും എക്കണോമിക്കലി കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എക്കണോമി ആൻഡ് സൊസൈറ്റി, അതിൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എക്കണോമി ആൻഡ് സൊസൈറ്റി, ടൈപ്സ് ഓഫ് എക്കണോമി. അതിൽ എക്കണോമി ആൻഡ് സൊസൈറ്റി, ടൈപ്സ് ഓഫ് എക്കണോമിക്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സയൻസ് ആൻഡ് റിസോഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സ്കേഴ്സ്, അതായത് സ്കേഴ്സിറ്റി എന്നുള്ള ദൗർലഭ്യം എന്ന് പറഞ്ഞാൽ സ്കേഴ്സിറ്റി, ആ സ്കേഴ്സ് ആണ് ഇതിൽ. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സ്കേഴ്സ് റിസോഴ്സസ് ആൻഡ് സെൻട്രലൈസ്ഡ് എക്കണോമി, മാർക്കറ്റ് എക്കണോമി, മിക്സഡ് എക്കണോമി, ഇതൊക്കെ തന്നെയാണ് നമുക്ക് എക്കണോമി ആൻഡ് സൊസൈറ്റിയിൽ പഠിക്കാനുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കുറച്ച് കാര്യം, നേച്ചർ ആൻഡ് പൊളിറ്റിക്സ്, ഇൻഡിപെൻഡൻസ് ഓഫ് ഇന്ത്യ, സ്ട്രാറ്റജി, ഡെമോക്രസി, ചലഞ്ചസ്, സോഷ്യൽ ഇനീക്വാളിറ്റീസ്, അതൊക്കെ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ കവർ ചെയ്തപ്പോൾ മിസ് ജസ്റ്റ് പറഞ്ഞിട്ടുള്ളൂ. അതൊന്നും കൂടി മിസ് ഒന്ന് ജസ്റ്റ് പറയാണ്. അതായത് എന്തൊക്കെ ചലഞ്ചസ് ഒക്കെ നമുക്കുള്ളത്, ചലഞ്ചസ് ഉണ്ടല്ലോ നമ്മൾ ഇന്ത്യൻ നാഷണലിൽ നമുക്ക് നേരിടുന്ന വെല്ലുവിളികൾ ഏതൊക്കെയാണ്? ദ ഡൈവേഴ്സിറ്റി ഓഫ് ഗ്രൂപ്പ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി. ഡൈവേഴ്സിറ്റി ഓഫ് ഗ്രൂപ്പ്, അതായത് ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ പല നാനാവിധത്തിലുള്ള നാനാത്വത്തിലെ ഏകത്വം എന്ന് പറയാം. അപ്പോൾ നാനാവിധത്തിലുള്ള ഗ്രൂപ്പ്സാണ് നമ്മൾ ഇന്ത്യയിൽ കുറവ്. അപ്പോൾ അതിനൊക്കെ ഏകീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് വളരെ വലിയൊരു ചലഞ്ചസ് ആണ്. നെക്സ്റ്റ്, റീജിയണൽ ആൻഡ് കൾച്ചറൽ ഐഡൻറ്റിറ്റീസ്, പ്രാദേശികപരമായിട്ടുള്ള സാംസ്കാരികപരമായിട്ടുള്ള ഐഡൻറ്റിറ്റീസ്. ആൻഡ് കാസ്റ്റിസം, അതായത് ജാതി മതം എന്നുള്ള കാസ്റ്റിസം. ആൻഡ് ഡൈവേഴ്സിറ്റി ഓഫ് കോൺസ്റ്റിറ്റ്യുവൻസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഈസ് എ എന്താണ് heterogeneous society. It is made of a number of diverse group. ധാരാളം നാനാവിധ ഗ്രൂപ്പുകളുള്ളൊരു രാഷ്ട്രമാണ് ഇന്ത്യ. ദ ഫസ്റ്റ് പൊട്ടൻഷ്യൽ ത്രെറ്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ സ്റ്റേറ്റ് ഈസ് plurality. The Indian society was the divided into terms of region, caste, language and ethnic origin. അല്ലേ, റീജിയനും കാസ്റ്റും എത്തിക്കിനും ഒറിജിനും അങ്ങനെ പലതുമായിട്ട് വിഭിന്നമാണ് നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റി. റീജിയണൽ ആൻഡ് കൾച്ചറൽ ഐഡൻറ്റിറ്റീസ് ഒക്കെ നമുക്ക് നോക്കാനുണ്ട്. ഇതൊരു ടാസ്ക് ഓഫ് നാഷണൽ ബിൽഡിംഗ് ആൻഡ് ത്രെഡ് വർ റിലീജിയഷൻ ഓഫ് നാഷണൽ പൊളിറ്റിക്സ് ഓഫ് കൺട്രി ഓഫ് സ്കിൽ മാർക്കറ്റ് എമർജൻ റീജിയണൽ, അതായത് പ്രാദേശിക ദേശീയ ബോധം. നമുക്ക് ഇൻ്റർനാഷണൽ ദേശീയം എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഇതാണ്, പക്ഷേ പ്രാദേശികപരമായിട്ട് എല്ലാവരും ഗ്രൂപ്പ്സുകളൊക്കെ കൂടിച്ചേർന്ന് എല്ലാവരും ഒന്നാണെന്ന് ചിന്തിച്ചാൽ മാത്രം അത് ഉയർന്ന് ഡെവലപ്മെൻ്റ് ആയിട്ട് എന്തിലേക്ക് പോകുള്ളൂ, നാഷണലിസത്തിലേക്ക് പോകുള്ളൂ. അതായത് ലൊക്കാലിറ്റിയിൽ നിന്ന് ആളുകൾ എന്താ ഇവരെ കൂട്ടമായി തീരുമാനങ്ങളെടുത്ത് ഈ ഡൈവേഴ്സിറ്റി ഓഫ് ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഡൈവേഴ്സിറ്റി ഓഫ് ഗ്രൂപ്പ്സ്. അപ്പോൾ ഇതെല്ലാം എന്ത് ചെയ്യണം, ഈ ഗ്രൂപ്പുകളെല്ലാം ഒന്നിച്ച് നിന്നിട്ട് വേണം മുന്നോട്ട് പോകാനെന്നാണ് പറയുന്നത്. ആൻഡ് കാസ്റ്റിസം, ദ ഇഷ്യൂ ഓഫ് കാസ്റ്റിസം ഇൻ നാഷണൽ പൊളിറ്റിക്സ് ഹാസ് ബീൻ ഡിസ്കസ്ഡ് അഗെയിൻ ആൻഡ് അഗെയിൻ ബൈ നമ്പർ ഓഫ് പീപ്പിൾ. അതായത് കാസ്റ്റ്, ജാതി മത എന്ന് പറയില്ലേ, കാസ്റ്റിസം ഈസ് ദ national policies has been discussed again and again number of people. Caste is one of the more distinguished institution in Indian society. മതം, ജാതി എന്ന് പറയുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻസ് ആ ഒരു ഘടകം തന്നെയാണ്. ഓക്കെ, പിന്നെ നാഷണൽ ഇൻ്റഗ്രേഷൻ, ദെൻ ലിംഗ്വേഷൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ സോഷ്യൽ ഇനീക്വാളിറ്റീസ് എന്തൊക്കെയാണ് അവിടെ ഉള്ളത്? സർവീസ് ആൻഡ് പവർ, പ്രസ്റ്റീജ്, ഡ്യൂട്ടി, റൈറ്റ്സ്, ഒബ്ലിഗേഷൻസ്, പ്രിവിലേജസ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്, സർവീസ്, വെൽത്ത്, പവർ, ഇതിനൊക്കെ എന്താണുള്ളത് പറയും. ഇതിലൊക്കെ എന്തുണ്ട്? സോഷ്യൽ ഇനീക്വാളിറ്റീസ് ഉണ്ട്. വെൽത്ത് ആയാലും കൂടുതൽ പണക്കാരൻ്റെ കയ്യിൽ പണം കൂടുതലുള്ള ആളുകൾ, പാവപ്പെട്ടവർ വേറെ തന്നെ സെക്ഷൻ, പണക്കാരനും പാവപ്പെട്ടവരും തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ് എന്താണെന്നാണ് പറയുന്നത്? സോഷ്യൽ ഇനീക്വാളിറ്റീസ് ആണ് അല്ലേ. The process of change was discrimination and westernization. Modernization was helped the successfully privileges to associated various commissions of backward caste has been formed for research seats of their educational and occupational spheres. അതായത് എഡ്യൂക്കേഷണൽ ആയാലും അക്കാദമിക് പരമായാലും അല്ലാതെയും എന്താണ് അക്കാദമിക് അല്ലാതെയും ബാക്ക്വേർഡ് ക്ലാസ്സസിന് അക്കാദമിക്കിൽ അത് എഡ്യൂക്കേഷൻ ഫീൽഡിലൊക്കെ നല്ല കൺസെഷൻ കിട്ടാനൊക്കെ കാസ്റ്റ് എന്നുള്ളത് അങ്ങനെ ഒരു പോസിറ്റീവ് ഇഫക്റ്റ് അതിലുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഓക്കെ,
നെക്സ്റ്റ് നമ്മൾ പാടാം എക്കണോമി ആൻഡ് സൊസൈറ്റി. എക്കണോമി ആൻഡ് സൊസൈറ്റി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എക്കണോമി ആൻഡ് സൊസൈറ്റി, ടൈപ്സ് ഓഫ് എക്കണോമി, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സ്കേഴ്സിറ്റി റിസോഴ്സസ് ആൻഡ് സെൻട്രലൈസ്ഡ് എക്കണോമി, മാർക്കറ്റ് മിക്സ്. എന്താണ് ആദ്യം റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എക്കണോമി ആൻഡ് സൊസൈറ്റി നോക്കാം നമുക്ക്. എന്താണ് concept of economy? The word economy is Greek word which means household management. The word വന്നത് derived from Greek. economy with Greek word ൽ നിന്നാണ് the household അല്ലെ, household management. അത് നിങ്ങൾ എങ്ങനെയെങ്കിലും പഠിച്ചേക്കണം കേട്ടോ. ഇത് ഗ്രീക്ക് വേർഡാണ്. ഓക്കെ, ഗ്രീക്ക് വേർഡാണ് ഹൗസ്ഹോൾഡ് ഹൗസ്ഹോൾഡ് മാനേജ്മെൻറ്റ് എന്നാണ് ഇതിൻ്റെ മീനിങ് ആണ് മിസ് ഇവിടെ എഴുതിയത്. ഓക്കെ, മീനിങ് ഇറ്റ്സ് എ ഗ്രീക്ക് വേർഡ്. ഇൻവേർട്ടർ കോമലൊക്കെ ആക്കുക ഗ്രീക്ക് വേർഡാണ്. ഹൗസ്ഹോൾഡ് മാനേജ്മെൻ്റ് ഒക്കെ ഇതിലാക്കുക. ഓക്കെ, എന്താണ് ഹൗസ്ഹോൾഡ് മാനേജ്മെൻറ്റ് എന്നാണ് അർത്ഥം. ആൻഡ് ഫിലോസഫേഴ്സ് ആൻഡ് ബട്ട് മോഡേൺ എക്കണോമിക്സ് ബിഗാൻ 18th century യൂറോപ്പ്, particularly in France. ഓക്കെ, എന്നാൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എക്കണോമി ആൻഡ് സൊസൈറ്റി എന്താ നോക്കാം. The relationship between economy and society is very close. The society influences economic structure and economic process within a turn of effect of environment of the society. അതായത് റിലേഷൻ ബിറ്റ്വീൻ എക്കണോമി ആൻഡ് സൊസൈറ്റി എന്ന് വെച്ചാൽ ഒരു സൊസൈറ്റിയുടെ ബേസിക് കണ്ടന്റ് ആണ് എന്ത് എക്കണോമി. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു സൊസൈറ്റി. സൊസൈറ്റി ഇറ്റ്സ് എ അറ്റ്മോസ്ഫിയർ ഓഫ് എൻവയോൺമെൻറ്റും എന്താ ലിവിങ്സും ആളുകളുടെ ജീവിത നിലവാരവും പിന്നെ സറൗണ്ടിങ്സും എൻവയോൺമെൻറ്റ് എല്ലാം ഉൾപ്പെടുന്ന സൊസൈറ്റി. അത് എന്തിനോട് വളരെ ക്ലോസ് റിലേറ്റഡ് ആണ്? എക്കണോമിക് എന്നുള്ള കണ്ടീഷൻ അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള ആ ഒരു സെക്ഷൻ വളരെയധികം എന്തായിട്ട് റിലേറ്റഡ് ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, ടൈപ്സ് ഓഫ് എക്കണോമി. അടുത്തത് ടൈപ്സ് ഓഫ് എക്കണോമി. എന്താണ് ടൈപ്സ് ഓഫ് എക്കണോമി എന്ന് പറഞ്ഞാൽ? ദർ ആർ എക്കണോമി വിച്ച് ആർ ബേസ്ഡ് ഇൻ ടൈപ്സ് ഓഫ് എക്കണോമിയെ നമ്മൾ society understood from three perspectives. First is that there are economy which are based on scarcity resources distributed within an economy. അതിൽ ഒന്നാമത്തെ പോയിന്റ് ആണ് സ്കേഴ്സിറ്റി. അതായത് വിഭവത്തിൻ്റെ ദുർലഭ വിഭവങ്ങളെ കറക്റ്റ് വേണ്ട രീതിയിൽ വിനിയോഗിക്കുക എന്നതാണ് ഏറ്റവും വലിയൊരു എക്കണോമിയിൽ ചെയ്യേണ്ട ഒരു കാര്യം. അതായത് based on distribution of scarce resource, they are traditional, centralized, market and mixed. ഒരുപക്ഷെ അത് ട്രഡീഷണൽ റിസോഴ്സസ് ആവാം, അല്ലെങ്കിൽ അത് സെൻട്രലൈസ്ഡ് റിസോഴ്സസ് ആവാം, അല്ലെങ്കിൽ അത് മാർക്കറ്റ് റിസോഴ്സസ് ആവാം. എന്ത് റിസോഴ്സസ് തന്നെ ആണെങ്കിലും അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിൽ കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നതാണ് ഒരു എക്കണോമി എന്ന് പറയുന്ന ടൈപ്സ്. ഫസ്റ്റ് ടൈപ്പ്. ദ സെക്കൻഡ് ടൈപ്പ്, ദ ഫോർ ടൈപ്പ് ഓഫ് എക്കണോമിക്സ് ബേസ്ഡ് ഓൺ ദ മോഡേൺ പ്രൊഡക്ഷൻ. ദേ ആർ ഏഷ്യാൻറ്റിക്, ആൻഷ്യൻ ആൻഡ് ഫ്യൂഡൽ ആൻഡ് ക്യാപിറ്റലിസ്റ്റ്. ആൻഷ്യൻ, ഫ്യൂഡൽ ആൻഡ് ക്യാപിറ്റലിസ്റ്റ്. ആൻഷ്യൻ, ഫ്യൂഡൽ ആൻഡ് ക്യാപിറ്റലിസ്റ്റ് ആൻഡ് എയ്സ്റ്റിക് എന്ന് പറയുന്ന 4 തരം ഘടകങ്ങളാണ്. മൂന്നാമത്തെ ടൈപ്സ്, ദ എക്കണോമിക്സ് ആർ ബേസ്ഡ് ഓൺ അസസിബിലിറ്റി ഓഫ് എംപ്ലോയ്മെൻറ്റ് സെക്യൂരിറ്റി, സോഷ്യൽ സെക്യൂരിറ്റി, വർക്ക് സെക്യൂരിറ്റി. ദർ ആർ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ സെക്ടേഴ്സ് ഓഫ് ഇക്കോണമി. മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഫോർമൽ സെക്യൂരിറ്റി, ഇൻഫോർമൽ സെക്യൂരിറ്റി ആൻഡ് ദർ ആർ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ സെക്ടേഴ്സ് ഇൻ എക്കണോമി. സോഷ്യൽ സെക്യൂരിറ്റി, വർക്ക് സെക്യൂരിറ്റി ഒക്കെയാണ് മൂന്നാമത്തെ ടൈപ്പിൽ വരുന്നത്. അപ്പോൾ ദർ ആർ 3 ടൈപ്പ് ഓഫ് എക്കണോമി. 3 ടൈപ്പ് ഓഫ് എക്കണോമിയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. എക്കണോമി ബേസ്ഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സ്കേഴ്സിറ്റി, അല്ലേ? സ്കേഴ്സ് റിസോഴ്സസ്, ദുർലഭമായ വിഭവങ്ങളെ കാര്യങ്ങൾ എന്താ? സ്കേഴ്സ് റിസോഴ്സസ് എന്താ? ട്രഡീഷണൽ ഇക്കണോമി ആയിരിക്കും, സെൻട്രലൈസ്ഡ് ഇക്കണോമിയിലായാലും മാർക്കറ്റ് ഇക്കണോമിയിലായാലും. ദ മാർക്കറ്റ് ഇക്കണോമി ഈസ് എ ക്യാപിറ്റലിസ്റ്റ് ഫ്രം എക്കണോമി വെർ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഗൈഡഡ് ബൈ ദ മാർക്കറ്റ്. ഗുഡ്സ് ആൻഡ് സർവീസസ് എല്ലാം ഒന്നുകിൽ മാർക്കറ്റ് ബേസ് ആണെങ്കിൽ അത് മാർക്കറ്റ് ഇക്കോണമി ആയിരിക്കും, അല്ലെങ്കിൽ അത് എന്താണ് ട്രഡീഷണൽ ബേസ് ചെയ്തിട്ട് പോകേണ്ടത് ട്രഡീഷണൽ ഇക്കോണമി ആയിരിക്കും. ഓക്കെ, ട്രഡീഷണൽ ആയിരിക്കും, അല്ലെങ്കിൽ സെൻട്രലൈസ്ഡ് ഇക്കോണമി ആയിരിക്കും. സെൻട്രലൈസ്ഡ് ഇക്കോണമി ദ സിസ്റ്റം എക്കണോമി ഈസ് ബൈ ദ സെൻട്രലൈസ്ഡ് ഡിസിഷൻ മേക്കിംഗ്. അവിടെ എന്തായിരിക്കും? സെൻട്രലൈസ്ഡ് ഡിസിഷൻ മേക്കിംഗ് ആണെങ്കിൽ അതെന്താണ്? സെൻട്രലൈസ്ഡ് ഇക്കണോമി ആയിരിക്കും. ദെൻ മാർക്കറ്റ് ഇക്കണോമി, ദെൻ മിക്സഡ് ഇക്കണോമി. ദ മിക്സഡ് ഇക്കോണമി ഈസ് എ സിസ്റ്റം ഓഫ് ഓൾ കമ്പൈൻസ് ബിസിനസ് ക്യാരക്ടറിസ്റ്റിക്സ് ബോത്ത് സെൻട്രലൈസ്ഡ് പബ്ലിക് സെക്ടർ എക്കണോമി ആൻഡ് ഓപ്പൺ മാർക്കറ്റ് ഓഫ് പ്രൈവറ്റ് സെക്ടർ എക്കണോമി. ഓപ്പൺ മാർക്കറ്റിൽ പ്രൈവറ്റും പബ്ലിക്കും എല്ലാം ഒരുമിച്ചുള്ളതാണ് മിക്സഡ് ഇക്കണോമി എന്ന് പറഞ്ഞാൽ.
എ സിസ്റ്റം ഓഫ് എക്കണോമി, മിക്സഡ് എക്കണോമി ആൻഡ് ഓപ്പൺ മാർക്കറ്റ് ആൻഡ് ട്രഡീഷണൽ എക്കണോമി ആൻഡ് സെൻട്രലൈസ്ഡ് മാർക്കറ്റ്. ഓക്കെ, എക്കണോമി ബേസ്ഡ് ഓൺ മോഡ് ഓഫ് പ്രൊഡക്ഷൻ. എക്കണോമി ഇങ്ങനെ മോഡ് ഓഫ് പ്രൊഡക്ഷൻ ബേസ് ചെയ്തിട്ട് എന്താ ചെയ്യുന്നത്? സെൻട്രലൈസ്ഡ് എക്കണോമി, മാർക്കറ്റ് ആണ്, മിക്സഡ് എക്കണോമി. ഇത്രയും നമ്മൾ ദ ടൈപ്സ് ഓഫ് എക്കണോമിയാണ് ഈ 3 ഓക്കെ, ഇത് 1, ഇത് 2, ഇത് 3. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഭാഗം ദെൻ ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ. ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ് എന്താ? ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഒന്ന്, എക്സിസ്റ്റ് ഓഫ് പ്രിമിറ്റീവ് സൊസൈറ്റി ആസ് നോ ക്ലാസസ് ആൻഡ് സ്ട്രക്ചേർഡ് അറൗണ്ട് കിൻഷിപ്പ്, വെരി ലോ ഡിവിഷൻ ഓഫ് ലേബർ ആൻഡ് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആൻഡ് ടുഗദർ ടു കോമൺ ഗുഡ്. 7 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എന്തിനുള്ളത്? നമ്മുടെ പ്രൊഡക്ഷൻ ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ. ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ ഉള്ള ക്യാരക്ടറിസ്റ്റിക്സ് 1 ഈസ് ദ പ്രിമിറ്റീവ് സൊസൈറ്റി, ഇറ്റ് ഹാസ് നോ ക്ലാസസ്, സ്ട്രക്ചേർഡ് അറൗണ്ട് കിൻഷിപ്പ് ആൻഡ് ലോ ഓഫ് ഡിവിഷൻ ഓഫ് ലേബർ. അല്ലേ, തൊഴിൽ വിഭജനം എന്നൊക്കെ പറയാം, ഡിവിഷൻ ഓഫ് ലേബർ. നോ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആൻഡ് വൺ വർക്ക്സ് ടുഗദർ കോമൺ ഗുഡ്. ഓക്കെ, ദെൻ ഫ്യൂഡൽ മോഡ് ഓഫ് പ്രൊഡക്ഷൻ ഹാസ് ദ ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചേഴ്സ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. മോഡ് ഓഫ് പ്രൊഡക്ഷനെ നമുക്ക് എത്ര ഡിവൈഡ് ചെയ്യാം? ഫ്യൂഡൽ ആൻഡ് ആൻഷ്യൻ്റ് ആൻഡ് ക്യാപിറ്റലിസ്റ്റ് ആൻഡ് പ്രിമിറ്റീവ്. മോഡ് ഓഫ് പ്രൊഡക്ഷൻ അത് നിങ്ങൾ എന്ത് ചെയ്യണം? എക്സാമിന് ചിലപ്പോൾ ചോദിക്കും. മോഡ് ഓഫ് പ്രൊഡക്ഷൻ. ഓക്കെ, അത് മിസ് ജസ്റ്റ് ഒന്ന് ഇവിടെ എന്ത് ചെയ്യാം? വിഷ്വലൈസ്, അതായത് ചിത്രം വരച്ച് കാണിച്ചു തരാം. എന്ത്? മോഡ് ഓഫ് പ്രൊഡക്ഷൻ. മോഡ് ഓഫ് പ്രൊഡക്ഷൻ എഴുതുമ്പോൾ നിങ്ങൾ ഇങ്ങനെ എഴുതിയാൽ മതി. മോഡ് ഓഫ് പ്രൊഡക്ഷൻ. മോഡ് ഓഫ് പ്രൊഡക്ഷനെ എത്രയായി തരംതിരിച്ചിരിക്കും? ഒന്നാമത്തത് ഫ്യൂ, എഫ് ആണ്, FEUDAL, ഫ്യൂഡൽ. നെക്സ്റ്റ് വരുന്നത് ആൻഷ്യൻ്റ്, ആൻഷ്യൻ്റ്. നെക്സ്റ്റ് വരുന്നത് പ്രിമിറ്റീവ്. ഓക്കെ, പിന്നെ വരുന്നത് ക്യാപിറ്റലിസ്റ്റ്. ഓക്കെ, ഇത് എല്ലാണ്ട് ക്യാപിറ്റലിസ്റ്റ് അല്ല. ഓക്കെ, അപ്പോൾ മോഡ് ഓഫ് പ്രൊഡക്ഷന് ഏതൊക്കെയാണ്? ആൻഷ്യൻ്റ്, പ്രിമിറ്റീവ്, ക്യാപിറ്റലിസ്റ്റ് ആൻഡ് ഫ്യൂഡൽ. മോഡ് ഓഫ് ഇത് എസ്എ ക്വസ്റ്റ്യൻ ആണ്, എന്തായാലും ചോദിക്കുമ്പോൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, അത് നോക്കുക കേട്ടോ. പിന്നെ നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് ബേസ്ഡ് ഓൺ എംപ്ലോയ്മെൻറ്റ് സെക്യൂരിറ്റി. അത് എംപ്ലോയ്മെൻറ്റ് സെക്യൂരിറ്റി എങ്ങനെയാണ് ഇതിൽ റിലേറ്റഡ് ആയിട്ട് വരുന്നത് നോക്കാം. Employment security and work security and social security is the economy based on accessibility. അതായത് എക്കണോമി എന്ന് പറയുന്നത് നമ്മുടെ പാർട്ടിൻ്റെ ഹെഡ്ലൈൻ ആണിത് പറഞ്ഞത് എക്കണോമി. അപ്പോൾ എക്കണോമി ബേസ്ഡ് ഓൺ 3 സെക്യൂരിറ്റി. 1 വർക്ക് സെക്യൂരിറ്റി ആൻഡ് എംപ്ലോയ്മെൻറ്റ് സെക്യൂരിറ്റി ആൻഡ് സോഷ്യൽ സെക്യൂരിറ്റി. മറന്നു പോകരുത്. എക്കണോമി ബേസ്ഡ് based in 3 sections. അതിൽ ഒന്നാമത്തത് വർക്ക് സെക്യൂരിറ്റി, മറന്നു പോകരുത്. വർക്ക് സെക്യൂരിറ്റി. രണ്ടാമത്തത് എംപ്ലോയ്മെൻറ്റ് സെക്യൂരിറ്റി. മൂന്നാമത്തത് സോഷ്യൽ സെക്യൂരിറ്റി. Okay, work security, employment security and social security. There is through security in the economy. Okay. Then next point, informal economy and overview. എന്താണ് ഇൻഫോർമൽ എക്കണോമിയെ പറ്റി ഒരു കാഴ്ചപ്പാട്? ഓവർവ്യൂ ഓഫ് informal technology. Informal technology or concern formal economy is more concerned with the quality of work, adequate function, market forces. Okay, consider issue of poverty, inequality and this economy is services. Informal അതായത് നമ്മുടെ സമൂഹത്തിലെ പോവർട്ടി, ഇനീക്വാളിറ്റി എല്ലാം